ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വാട്ട് വി വെയർ ഡിസ്കസിങ് ഇൻ ദാറ്റ് ചാപ്റ്റർ? യെസ്, application of chemistry in one of the important areas of our life. Which is that area? Yes, in medical field. ശരിയല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ മെഡിക്കൽ മേഖലയിൽ രസതന്ത്രം എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്രദമാകുന്നത് എന്നാണ് പഠിച്ചു വന്നത്. ശരിയല്ലേ? എന്തായിരുന്നു കെമിസ്ട്രി നമുക്ക് വേണ്ടി മെഡിക്കൽ ഫീൽഡിൽ ചെയ്തിരുന്നത്? വാട്ട് ആർ ദ നെയിം ഓഫ് ദോസ് കെമിക്കൽസ് വിച്ച് വി ആർ യൂസിങ് ഇൻ മെഡിക്കൽ ഫീൽഡ്? യെസ്, ഡ്രഗ്സ് അല്ലേ? എപ്പോഴാണ് ഒരു ഡ്രഗ് മെഡിസിനായി തീരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഡ്രഗിന് മെഡിസിൻ ആകാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഒന്ന് ഓർത്ത് പറയാമോ? ഓക്കെ, ആരോ പറഞ്ഞല്ലോ? ശരിയാണ്. എന്തുകൊണ്ടാണ്? ഡ്രഗ്സ് ആർ കെമിക്കൽസ് വിച്ച് ഹാവ് ഇൻ്ററാക്ഷൻസ് ഓൺ ബയോളജിക്കൽ ടാർഗറ്റ്സ് എന്ന് മാത്രമല്ല, ദേ പ്രൊഡ്യൂസ് ബയോളജിക്കൽ റെസ്പോൺസ് ഓൾസോ. ദേ ഇൻ്ററാക്ട് വിത്ത് ബയോമോളിക്കുലർ ടാർഗറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസ് ബയോളജിക്കൽ റെസ്പോൺസ്. ഇനി എപ്പോഴാണ് അങ്ങനെ ബയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗിനെ നമ്മളൊരു മെഡിസിൻ എന്ന് വിളിക്കുന്നത്? യെസ്, പറയൂ. എപ്പോഴാണോ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്ന ബയോളജിക്കൽ റെസ്പോൺസ് തെറാപ്യൂട്ടിക് ചികിത്സാവിധിക്കായി ഉപയോഗപ്രദമാകുന്നത്, അപ്പോൾ ആ ഡ്രഗിനെ നമ്മൾ മെഡിസിൻസ് എന്ന് വിളിച്ചു. അപ്പോൾ ഏതൊരു സമൂഹവും ആരോഗ്യമുള്ളവരായാൽ മാത്രമേ ആ രാഷ്ട്രത്തിന് നല്ല നിലനിൽപ്പുള്ളൂ. അപ്പോൾ രസതന്ത്രം അങ്ങനെ നല്ല ഒരു തലമുറയെ, ആരോഗ്യമുള്ളൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാനായി നമ്മളെ ഡ്രഗ്സിൻ്റെ രൂപത്തിൽ സഹായിക്കുന്നതായാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഈ കോവിഡ് മഹാമാരിയുടെ ഭീതിയിലും നമ്മൾ കെമിസ്ട്രിയെ വളരെ പ്രത്യാശയോടെ നോക്കുകയാണല്ലേ. ഈ കോവിഡ് മഹാമാരിയുടെ ഒരു പ്രതിരോധത്തിനായും നമ്മൾ രസതന്ത്രത്തിൻ്റെ പ്രോഡക്റ്റായ വാക്സിൻ അല്ലെങ്കിൽ മെഡിസിൻസ് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ഉള്ളത് കണ്ടെത്തണേ എന്ന ഒരു പ്രത്യാശയിലുമാണുള്ളത്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത്തരത്തിലുള്ള കുറേ മെഡിസിൻസിൻ്റെ, ഡ്രഗ്സായ മെഡിസിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ അടുത്ത ഒരു ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നമ്മൾ ഏത് ക്ലാസിഫിക്കേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയതെന്ന്? ശരിയാണ്, ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ്. ആരൊക്കെയായിരുന്നു ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സായി നമ്മൾ അന്ന് അവിടെ മനസ്സിലാക്കിയത്? ട്രാൻക്വിലൈസേഴ്സ് ആൻഡ് അനാൾജസിക്സ്. അസൈൻമെൻ്റ് ഒക്കെ നിങ്ങൾ ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തല്ലോ അല്ലേ? ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ആൻസേഴ്സ് അറിയാമെന്ന് തന്നെ കരുതട്ടെ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻറ്റി മൈക്രോബിയൽസ്. സി, ആൻറ്റി മൈക്രോബിയൽസ്. സോ ഡ്രഗ്സ് ദാറ്റ് ഡിസ്ട്രോയ് ഓർ പ്രിവെൻറ്റ് or inhibit the pathogenic action of microbes like bacteria, virus, fungi, etc. അപ്പോൾ ആൻറ്റി മൈക്രോബിയൽ എന്നുള്ള ആ ഒരു പേരിൽ തന്നെയുണ്ട് ഈ തരം ഡ്രഗ്സ് അല്ലെങ്കിൽ ഈ തരം മെഡിസിൻസ് എന്താണ് ചെയ്യുന്നതെന്ന്. നമുക്കറിയാം, മൈക്രോ ഓർഗാനിസംസ് പലപ്പോഴും ഡിസീസ് കോസിങ് ആകാറുണ്ട്. അപ്പോൾ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് പാത്തോജൻസ് അല്ലെങ്കിൽ പാത്തോജനിക്. അപ്പോൾ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുകയോ ചെയ്യുന്ന തരം ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് ആണ് ആൻറ്റി മൈക്രോബിയൽസ്. ഓക്കെ, ഇവരെ പലതായി തരംതിരിക്കാം. ഫസ്റ്റ് ടൈപ്പ് ആൻറ്റി മൈക്രോബിയൽ ഈസ് ആൻറ്റിബയോട്ടിക്സ്. നമ്മൾ ഒരുപാട് തവണ കേട്ട് പരിചയമുള്ളൊരു വാക്കാണല്ലേ. അസുഖം വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നു, അപ്പോൾ മിക്കവാറും നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ആണ് ലഭിക്കാറുള്ളത്. Antibiotics are drugs used to treat infections because of their low toxicity towards humans and animals. അപ്പോൾ ലോ ടോക്സിക് എഫക്റ്റ് ഉള്ള അല്ലെങ്കിൽ ഹ്യൂമൻസ് ആനിമൽസിൽ ലോ ടോക്സിക് എഫക്റ്റ് ഉള്ള തരം ഡ്രഗ്സ് ആണ് ആൻറ്റിബയോട്ടിക്സ്. ആൻഡ് ഓൾസോ ദേ ക്യാൻ പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതുപോലെ തന്നെ ഈ ആൻറ്റിബയോട്ടിക്സിനെ നമുക്ക് ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാനായും ഉപയോഗിക്കാം. ഇനിഷ്യലി ആൻറ്റിബയോട്ടിക്സ് വെയർ ക്ലാസിഫൈഡ് ആസ് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗസ് ആൻഡ് മോൾഡ്.
അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇത് മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബൈ കെമിക്കൽ സിന്തസിസ് ഓൾസോ ആൻറ്റിബയോട്ടിക്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് which in low concentrations inhibit the growth of microorganisms. Paul Ehrlich, German bacteriologist, developed the medicine aspartame, also known as salvarsan, for the treatment of syphilis and got Nobel Prize in 1908. The first effective antibacterial agent, Prontosil, which resembles with salvarsan, was developed later. In the body, Prontosil is converted to sulfanylamide, which is the real active compound. അപ്പോൾ പോൾ ഏർലിച്ച് എന്ന സയൻറ്റിസ്റ്റിന് നോബൽ പ്രൈസ് കിട്ടിയത് ഏത് ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയതിനാണ്? ആസ്പെറാമിൻ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് സാൽവർസാൻ. ഇനി നോക്കൂ, ദ ഫസ്റ്റ് എഫക്റ്റീവ് ആൻറ്റിബാക്ടീരിയൽ ഏജന്റ് പ്രോണ്ടോസിൽ വിച്ച് റിസംബിൾസ് സാൽവർസാൻ വാസ് ഡെവലപ്ഡ് ലേറ്റർ. പിന്നീട് കണ്ടെത്തിയ മറ്റൊരു ആൻറ്റിബാക്ടീരിയൽ ഏജന്റ് ആണ് പ്രോണ്ടോസിൽ. അപ്പോൾ ഈ പ്രോണ്ടോസിൽ ഈസ് കൺവേർട്ടഡ് ടു സൾഫാനിലമൈഡ്. അങ്ങനെ സൾഫ ഡ്രഗ്സ് വെയർ ഡിസ്കവേർഡ്. ഓക്കെ, ഇനി നോക്കൂ, ദ റിയൽ റെവല്യൂഷൻ ഇൻ ആൻറ്റിബാക്ടീരിയൽ തെറാപ്പി began with the discovery of Alexander Fleming in 1929 of the antibacterial properties of Penicillium fungus. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ കണ്ടെത്തലിൽ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവായിരുന്നു അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇൻ 1929 എന്ത് കണ്ടെത്തിയത്? പെൻസിലിയം ഫംഗസിൽ ഉള്ള ഒരു ആൻറ്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി കണ്ടെത്തിയത്. ഓക്കെ, നിങ്ങൾ ഈ സ്ട്രക്ചേഴ്സ് കണ്ടോ? സാൽവർസാൻ, പ്രോണ്ടോസിൽ, സൾഫാനിലമൈഡ്, സൾഫാപിരിഡിൻ ആൻഡ് ആസോഡൈ. സീ ദ സ്ട്രക്ചറൽ സിമിലാരിറ്റീസ്. ഒരു ആസോ പാർട്ട്, എൻ ഡബിൾ ബോണ്ട് എൻ പാർട്ട് ഉണ്ടല്ലേ. അപ്പോൾ ആഴ്സനിക് ഡബിൾ ബോണ്ട് ആഴ്സനിക് ഉള്ളതുപോലെ തന്നെ എന്താണ് പ്രോണ്ടോസിലിൽ ഒരു ആസോ പാർട്ട് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറൽ സിമിലാരിറ്റീസ് പലപ്പോഴും അതിൻ്റെ ഫങ്ഷനിങ്ങിനെയും അങ്ങനെ തന്നെ ബാധിക്കാറുണ്ട്. ദ സ്ട്രക്ചർ ഓഫ് സാൽവർസാൻ, പ്രോണ്ടോസിൽ, ആസോഡൈ ആൻഡ് സൾഫാപിരിഡിൻ ഷോയിങ് സ്ട്രക്ചറൽ സിമിലാരിറ്റി. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കിയാലോ? പ്രധാനമായും വ്യത്യസ്ത ക്രൈറ്റീരിയകളിലൂടെയാണ് ആൻറ്റിബയോട്ടിക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കൂ. ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ ഓഫ് ആക്ഷൻ. അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആൻറ്റിബയോട്ടിക്സ് എങ്ങനെയാണ് ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽസിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ആദ്യത്തേത് എന്താണെന്ന് നോക്കൂ. ബാക്ടീരിസിഡൽ. ബാക്ടീരിസിഡൽ എന്ന് പറഞ്ഞാൽ സിഡൽ മീൻസ് കില്ലിംഗ്. സോ സച്ച് ആൻറ്റിബയോട്ടിക്സ് വിൽ കിൽ ദ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. എക്സാമ്പിൾസ് നോക്കൂ. പെൻസിലിൻ, അമിനോ ഗ്ലൈക്കോസൈഡ്സ്, ഓഫ്ലോക്സാസിൻ. ഇനി അവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻ ഇന്ത്യ പെൻസിലിൻ ഈസ് മാനുഫാക്ചേർഡ് അറ്റ് ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക്സ് ഇൻ പിംബ്രി. ഇനി നോക്കൂ, രണ്ടാമത്തെ തരം ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയോ സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് മീൻസ് ഇൻഹിബിറ്ററി. അത്തരം ആൻറ്റിബയോട്ടിക്സ് മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് അല്ല, മറിച്ച് ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയാണ് നമുക്ക് രോഗമുക്തി നേടിത്തരുന്നത്. എക്സാമ്പിൾസ് ആരൊക്കെയാണെന്ന് നോക്കാം. എറിത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ ആൻഡ് ക്ലോറാം ഫിനിക്കോൾ. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ മൈക്രോ ഓർഗാനിസംസുമായിട്ടുള്ള ആക്ഷൻ്റെ റേഞ്ച് വെച്ചിട്ടാണ്. ഇത് നമ്മൾ സ്പെക്ട്രം ആയിട്ടാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. Next classification is based on the range of action over bacteria or other microorganisms and it is expressed in the form of spectrum. നോക്കൂ, അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്? എന്താ ക്രൈറ്റീരിയ? എങ്ങനെയാണ് ഒരു ആൻറ്റിബയോട്ടിക് പ്രവർത്തിച്ച് ഏതൊക്കെ റേഞ്ചിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസിലേക്കാണ് ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സ്പെക്ട്രം ആയിട്ടാണ്. സോ ഫസ്റ്റ് ടൈപ്പ് ഈസ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്. സി എന്താ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് എന്ന്? ആൻറ്റിബയോട്ടിക്സ് വിച്ച് കിൽസ് ഓർ ഇൻഹിബിറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ
are called broad spectrum antibiotics. അപ്പോൾ ഒരു വൈഡ് റേഞ്ചിലുള്ള പിന്നെ മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കാൻ കഴിവുള്ളവരാണ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവുമായ ബാക്ടീരിയയിൽ മേൽ ഈ തരം ആൻറ്റിബയോട്ടിക്സിന് പ്രവർത്തിക്കാനാകും. എക്സാമ്പിൾസ് നോക്കൂ. ആംപിസിലിൻ, ആമോക്സിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, വാങ്കോമൈസിൻ, ഓഫ്ലോക്സാസിൻ ആർ എക്സാമ്പിൾസ് ഓഫ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്. നെക്സ്റ്റ് ടൈപ്പ് നോക്കൂ, നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കൂ. ആൻറ്റിബയോട്ടിക്സ് വിച്ച് ആർ എഫക്റ്റീവ് അഗൈൻസ്റ്റ് gram positive or gram negative bacteria are called narrow spectrum. Example, penicillin G is a narrow spectrum antibiotics. അപ്പോൾ either gram positive or gram negative ബാക്ടീരിയയുമായിട്ടാണ് ഇത്തരം ആൻറ്റിബയോട്ടിക്സ് അറ്റാക്ക് നടത്തുന്നത്. റെഡി? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ ലിമിറ്റഡ് സ്പെക്ട്രം എന്ന് പറയപ്പെടുന്നു. എന്താണെന്ന് നോക്കാം. ആൻറ്റിബയോട്ടിക്സ് എഫക്റ്റീവ് അഗൈൻസ്റ്റ് എ സിംഗിൾ ഓർഗാനിസം ഓർ ഡിസീസ് കോൾഡ് ലിമിറ്റഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്. എക്സാമ്പിൾ, ഡിസിഡാസിരിൻ ഇസ് എ ലിമിറ്റഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്. സ്ട്രക്ചർ നോക്കൂ. ഇറ്റ് ഈസ് ദ ജനറൽ സ്ട്രക്ചർ ഓഫ് പെൻസിലിൻ ആൻഡ് ക്ലോറാംഫെനിക്കോൾ ഈസ് ഓൾസോ ദെയർ. ഇവിടെ ക്ലോറാംഫെനിക്കോളിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലോറാംഫെനിക്കോൾ ഈസ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് വിച്ച് ഈസ് അബ്സോർബ്ഡ് റാപ്പിഡ്ലി ഇൻ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ആൻഡ് ഹെൻസ് ക്യാൻ ബി ഗിവൺ ഓറലി ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ടൈഫോയിഡ്, ഡിസെൻറ്ററി, ന്യൂമോണിയ, അക്യൂട്ട് ഫീവർ, യൂറിനറി ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസ് എക്സെട്ര. അപ്പോൾ അങ്ങനെ ക്ലോറാംഫെനിക്കോളിന് ഒരു പ്രത്യേകതയുള്ള ആൻറ്റിബയോട്ടിക് ആണ്. അടുത്ത് നോക്കൂ. Vancomycin and ofloxacin are also broad spectrum antibiotics. Decidazirin, നമ്മൾ നേരത്തെ ലിമിറ്റഡ് സ്പെക്ട്രത്തിന് എക്സാമ്പിൾ പറഞ്ഞതാണ്, ഈസ് സപ്പോസ് ടു ബി ടോക്സിക് ടുവേർഡ്സ് സർട്ടൺ സ്ട്രെയിൻസ് ഓഫ് ക്യാൻസർ സെൽസ്. ഓക്കെ. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എന്താണെന്ന് വ്യക്തമായി കാണുമല്ലോ. നമ്മൾ വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻ നടത്തിയതും എക്സാമ്പിൾസും ഒക്കെ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ആൻറ്റി മൈക്രോബിയൽസിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. See, antiseptics and disinfectants. അപ്പോൾ ആൻറ്റി മൈക്രോബിയൽസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസിനെ ചെറുത്ത് നിർത്തുന്നവരാണ്. ഐദർ ഡിസ്ട്രോയ്, കിൽ ഓർ പ്രിവെൻറ്റ്. ഇതുവരെ നമ്മൾ പറഞ്ഞ ആൻറ്റിബയോട്ടിക്സ് ആനിമൽസ് ഓർ ഹ്യൂമൻസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി പറയാൻ പോകുന്ന ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസും എന്താണ്? ആൻറ്റി മൈക്രോബിയൽസ് ആണ്. എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. നമുക്ക് ആദ്യം ആൻറ്റിസെപ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഈവൻ ദോ ബോത്ത് ആർ കെമിക്കൽസ് വിച്ച് കിൽ ഓർ പ്രിവെൻറ്റ് മൈക്രോ ഓർഗാനിസംസ്, ആൻറ്റിസെപ്റ്റിക്സ് ആർ അപ്ലൈഡ് ടു ലിവിങ് ടിഷ്യൂസ് സച്ച് ആസ് വൂണ്ട്, കട്ട്, അൾസേഴ്സ്. പക്ഷേ ഡിസിൻഫെക്റ്റൻസ് ആർ നോട്ട് അപ്ലൈഡ് ടു ആനിമൽ ഒബ്ജക്ട്സ്. ഓക്കെ. അപ്പോൾ ആൻറ്റിസെപ്റ്റിക്സും ഡിസിൻഫെക്റ്റൻസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, antiseptics are applied to animal tissues whereas disinfectants are applied to inanimate objects. നമുക്ക് അതിൻ്റെ സെക്ഷനിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇനി നമുക്ക് ആൻറ്റിസെപ്റ്റിക്സ് വിശദമായി നോക്കിയാലോ. സി, കോമൺലി യൂസ്ഡ് ആൻറ്റിസെപ്റ്റിക് ഡെറ്റോൾ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണല്ലേ ഡെറ്റോൾ, വിച്ച് ഇസ് എ മിക്സ്ചർ ഓഫ് ക്ലോറോസൈലിനോൾ ആൻഡ് ടെർപിനിയോൾ. Another one is bithionol which is present in soap for providing antiseptic properties. See another one example, 2 to 3% iodine solution in alcohol water mixture is called tincture iodine which is another antiseptic. അത് നമുക്ക് പരിചിതമാണ്. ഇനി നോക്കൂ, അയോഡോഫോം, അയഡിൻ്റെ തന്നെ മറ്റൊരു കോമ്പൗണ്ടാണ് അയോഡോഫോം, ഈസ് ഓൾസോ ആൻ ആൻറ്റിസെപ്റ്റിക്. ഇനി നമുക്ക് കണ്ണ് പോലുള്ള ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആൻറ്റിസെപ്റ്റിക് ആണ് ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഓഫ് ബോറിക് ആസിഡ്. ഓക്കെ. ഇനി നമുക്ക് ഡിസിൻഫെക്റ്റൻസ് എന്താണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷനിലേ പറഞ്ഞു, ദേ ആർ അപ്ലൈഡ് ടു ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ് ലൈക്ക് ഫ്ലോർസ്, ഡ്രെയിനേജ്, ഇൻസ്ട്രുമെൻറ്റ്സ് എക്സെട്ര. അതും ചെയ്യുന്ന ജോലി എന്ത് തന്നെയാണ്? കിൽസ്, പ്രിവെൻറ്റ്സ് ഓർ ഇൻഹിബിറ്റ് മൈക്രോ ഓർഗാനിസംസ്. പക്ഷേ എന്താണ് ഡിസിൻഫെക്റ്റൻറ്റുമായുള്ള വ്യത്യാസം? ആൻറ്റിസെപ്റ്റിക്സ് ആർ അപ്ലൈഡ് ടു ആനിമൽ ടിഷ്യൂസ് whereas
disinfectants are applied to inanimate objects. ഓക്കെ, ഇനി നോക്കൂ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കൂ. ഒരേ സബ്സ്റ്റൻസ് തന്നെ ചിലപ്പോൾ ആൻറ്റിസെപ്റ്റിക്കായും ഡിസിൻഫെക്റ്റൻ്റായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ ഫിനോൾ, അത് കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. 0.2% phenol solution is an antiseptic, whereas 1% phenol solution is disinfectant. അതുപോലെ 0.2 to 0.4 ppm chlorine in aqueous solution and sulfur dioxide in very low concentrations are also disinfectants. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു വിഭാഗം ഡ്രഗ്സ് കൂടിയാണ് ഈ സെഷനിൽ പരിചയപ്പെടാനുള്ളത്. ദേ ആർ ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ്. അതും വാക്കിൽ തന്നെ വ്യക്തമാണ്. സി, ആൻറ്റിബയോട്ടിക് റെവല്യൂഷൻ പ്രൊവൈഡഡ് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് ടു പീപ്പിൾ, ദസ് ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ കോസ്ഡ് മെനി സോഷ്യൽ പ്രോബ്ലംസ്. അപ്പോൾ ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സിൻ്റെ പ്രസക്തി എവിടാണെന്ന് മനസ്സിലായോ? ആൻറ്റിബയോട്ടിക്സ് പോലുള്ള മെഡിസിൻസ് ഒരുപാട് ആരോഗ്യദായകമായി സമൂഹത്തിൽ വന്നപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അത് ഒരുപാട് തരം സോഷ്യൽ ഇഷ്യൂസിന് കാരണമാവുകയും ചെയ്തു. അപ്പോഴാണ് ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ് കണ്ടെത്തി തുടങ്ങിയത്. These anti-fertility drugs are used for population control. See, birth control pills contain a mixture of synthetic estrogen and progesterone derivatives. Both are hormones. അപ്പോൾ ബർത്ത് കൺട്രോൾ പിൽസിൽ ഒരു ഈസ്ട്രജൻ്റെയും പ്രോജസ്റ്റെറോണിൻ്റെയും മിക്സ്ചറാണ്. അവർ രണ്ടും എന്താണ്? ഹോർമോണുകളാണ്. അതുപോലെ പ്രോജസ്റ്റെറോൺ സപ്രസസ് ഓവുലേഷൻ. സി, synthetic progesterone derivatives are more potent than progesterone. Example, norethindrone is an anti-fertility drug. The estrogen derivative which is used in combination with progesterone derivative is ethinylestradiol or novestrol. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് ഫീൽഡായ മെഡിക്കൽ ഫീൽഡിൽ രസതന്ത്രത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് രണ്ടാമത്തെ ഏരിയയിലേക്ക് കടന്നാലോ? കെമിക്കൽസ് ഇൻ ഫുഡ്. നമുക്കറിയാം, ഫുഡിൽ വളരെയധികം കെമിക്കൽസ് ഇന്ന് ചേരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് നമുക്ക് പല പർപ്പസിനും ഉപയോഗപ്രദവുമാകുന്നുണ്ട്. ശ്രദ്ധിക്കാം നമുക്കത്. മെയിൻലി കെമിക്കൽസ് ആർ ആഡഡ് ടു ഫുഡ് ഫോർ 3 purposes. എന്തൊക്കെയാണെന്ന് നോക്കൂ. വൺ ആസ് പ്രിസർവേറ്റീവ്സ്, വളരെ കാലം കേടുകൂടാതിരിക്കാനായി ചേർക്കുന്നതാണ് പ്രിസർവേറ്റീവ്സ്. അതൊക്കെ തന്നെ കെമിക്കൽസുമാണ്. ഇനി നോക്കൂ, രണ്ടാമത് ഏത് രീതിയിലാണ് കെമിക്കൽസ് ഫുഡിൽ വരുന്നത്? ഫോർ എൻഹാൻസിങ് ദെയർ അപ്പീൽ. നല്ല കളറും ഫ്ലേവറും മണവും ഒക്കെ വരുത്താൻ, നല്ല കളറും ഫ്ലേവറും ഒക്കെ വരുത്താൻ, അല്ലെങ്കിൽ ഫുഡ് കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നാൻ ആണ് നമ്മൾ അടുത്ത വിഭാഗം കെമിക്കൽസ് ഫുഡിൽ ചേർക്കുന്നത്. ഇനി മൂന്നാമത് ഏത് വിഭാഗമാണെന്ന് നോക്കൂ. ഫോർ ആഡിങ് ന്യൂട്രിറ്റീവ് വാല്യൂ. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡിൽ കെമിക്കൽസ് ചേർക്കപ്പെടുന്നത്. ഇനി നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ. മെയിൻലി ഫുഡ് അഡിക്റ്റീവ്സ് ആർ ഫുഡ് കളേഴ്സ്, ഫ്ലേവേഴ്സ്, സ്വീറ്റനേഴ്സ്, ഫാറ്റ് ഇമൾസിഫയേഴ്സ് ആൻഡ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ്സ്, ഫ്ലോർ ഇംപ്രൂവേഴ്സ്, ആൻറ്റിഓക്സിഡൻറ്റ്സ്, പ്രിസർവേറ്റീവ്സ്, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്. അപ്പോൾ ലാസ്റ്റിൽ പറഞ്ഞ ന്യൂട്രീഷണൽ വാല്യൂ കൊടുക്കുന്ന ഘടകങ്ങൾ ഒഴിച്ച് മറ്റൊന്നും തന്നെ ഫുഡിന് ന്യൂട്രീഷണൽ വാല്യൂ സപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇൻ ദിസ് സെക്ഷൻ വി വിൽ ഡിസ്കസ് ഓൺലി സ്വീറ്റനേഴ്സ് ആൻഡ് ഫുഡ് പ്രിസർവേറ്റീവ്സ്. ഓക്കെ, നമുക്ക് ഈ സെഷനിൽ സ്വീറ്റനേഴ്സിനെയും ഫുഡ് പ്രിസർവേറ്റീവ്സിനെയും കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് സ്വീറ്റനേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദേ ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻറ്റ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻറ്റ്സ് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും അല്ലേ? പറഞ്ഞേ. കറക്റ്റ്, സാക്കറിൻ. എന്താ സാക്കറിൻ എന്നറിയാമോ? കെമിക്കലി സാക്കറിൻ ഈസ് ഓർത്തോസൾഫോബെൻസിമൈഡ് ഈസ് the first popular artificial sweetening agent, and saccharin is about 550 times sweeter than sugar. 550 മടങ്ങ് നമ്മുടെ സാധാരണ പഞ്ചസാരയേക്കാളും മധുരമുള്ളതാണ്.
നോക്കൂ, അടുത്തൊരാൾ aspartame is most successful and widely used artificial sweetener. ഇനി aspartameന്റെ പ്രത്യേകത നോക്കൂ, it is 100 times sweeter than sugar. Another one is altame, which is high potency sweetener. altame എന്ന് പറഞ്ഞ് മറ്റൊരു സ്വീറ്റ്നർ കൂടിയുണ്ട്. ഇനി സുക്രോലോസ് എന്നത് ട്രൈക്ലോറോ ഡെറിവേറ്റീവ് ഓഫ് സുക്രോസ് ആണ്, ഹാവിങ് ടേസ്റ്റ് ലൈക്ക് ഷുഗർ. ഷുഗറിൻ്റെ അതേ ടേസ്റ്റുള്ള മറ്റൊരു ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻ്റ് ആണ് സുക്രോലോസ്. എന്താ സുക്രോലോസ്? ഇറ്റ്സ് എ ട്രൈക്ലോറോ ഡെറിവേറ്റീവ് ഓഫ് സുക്രോസ്. അവരുടെ സ്ട്രക്ചർ നോക്കൂ. അതുപോലെ തന്നെ ഷുഗറുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര മടങ്ങാണെന്നും നിങ്ങൾക്ക് ആ ടേബിളിൽ കാണാം. ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്ക് അടുത്ത വിഭാഗം കെമിക്കൽസ് ഇൻ ഫുഡാണ് ഫുഡ് പ്രിസർവേറ്റീവ്സ്. മെയിൻലി ദേ ആർ യൂസ്ഡ് ഫോർ പ്രിവെൻറ്റിംഗ് സ്പോയിലേജ് ഓഫ് ഫുഡ് ഡ്യൂ ടു മൈക്രോബിയൽ ഗ്രോത്ത്. നമുക്കറിയാം ഫുഡ് സ്പോയിൽ ചെയ്യുന്നതിൻ്റെ കാരണം ചെറിയ മൈക്രോ ഓർഗാനിസംസ് അതിനകത്ത് വളരുന്നതാണ്. ഫംഗസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വളർന്നിട്ടാണ് നമ്മുടെ ഫുഡ് സ്പോയിലായി തീരുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് എന്താണ് ചെയ്യുന്നത്? ഈ മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം എക്സാമ്പിൾസ്. കോമൺ പ്രിസർവേറ്റീവ്സ് ആർ ടേബിൾ സോൾട്ട്, ഉപ്പ്, ദെൻ ഷുഗർ, പഞ്ചസാര മറ്റൊരു പ്രിസർവേറ്റീവാണ്. ഇനി ചില വെജിറ്റബിൾ ഓയിൽസ്. ഇത് കൂടാതെ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് സോഡിയം ബെൻസോയേറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മേഖലയായ കെമിക്കൽസ് ഇൻ ഫുഡ് നമുക്ക് ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് കടക്കുകയാണ്. ആസ് ക്ലെൻസിങ് ഏജൻറ്റ്സ്, കെമിക്കൽസ് ആസ് ക്ലെൻസിങ് ഏജൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഈ കൊറോണ പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതരായിരിക്കാൻ വേണ്ടുന്ന സംഗതികളിൽ ഒന്നാണ് ഹാൻഡ് വാഷ്, അല്ലേ? അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് റെഗുലറായി ചെയ്യണം എന്നൊക്കെ തന്നെ നമുക്ക് ആരോഗ്യപ്രവർത്തകർ നിർദ്ദേശവും തരാറുണ്ട്. നിങ്ങളത് പാലിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹാൻഡ് വാഷ് പോലെയുള്ള അല്ലെങ്കിൽ ക്ലെൻസിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലെൻസിങ് ഏജൻറ്റ്സ് ആയിട്ടുള്ള കെമിക്കൽസിനെ പൊതുവേ പറയുന്ന പേരാണ് ഡിറ്റർജൻറ്റ്സ്. അതിൽ തന്നെ വളരെ കാലം മുതലേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡിറ്റർജൻ്റാണ് സോപ്പ്. രണ്ടാമത്തെ വിഭാഗം ഡിറ്റർജൻറ്റ്സ് ആണ് സിന്തറ്റിക് ഡിറ്റർജൻറ്റ്സ്. നമുക്ക് ഓരോന്നായി നോക്കാം. മെയിൻലി 2 types of detergents are used as cleansing agents, soaps and synthetic detergents. See, എന്താ ഡിറ്റർജൻറ്റ്സ് ചെയ്യുന്നതെന്ന് നോക്കൂ. ഡിറ്റർജൻറ്റ്സ് ഹെൽപ്പ് ഇൻ റിമൂവിങ് ഫാറ്റ് വിച്ച് ബൈൻഡ് വിത്ത് അതർ മെറ്റീരിയൽസ് ടു ദ ഫാബ്രിക് ഓർ സ്കിൻ. അപ്പോൾ എന്താ ഒരു ക്ലെൻസിങ് ഏജൻറ്റിൻ്റെ ജോലി? നമ്മുടെ ദേഹത്തും വസ്ത്രങ്ങളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫാറ്റ്, അത് വെറുതെ പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല, മറ്റു ചില വസ്തുക്കളുമായി ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ അതിനെ ഇളക്കിക്കളയാൻ വാട്ടറിനൊപ്പം ചേർന്ന് ആര് സഹായിക്കും? ഈ പറഞ്ഞ ഡിറ്റർജൻറ്റ്സ് ആയിട്ടുള്ള കെമിക്കൽസ് സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിൽ ആദ്യത്തെ ആളാണ് സോപ്പ്. സോപ്പ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡിറ്റർജൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് സിൻസ് ലോങ്. വളരെ കാലം കൊണ്ടേ ഉപയോഗിക്കുന്ന ഒരു ഡിറ്റർജൻ്റ് ആണ്. ആൻഡ് കെമിക്കലി വാട്ട് ഈസ് സോപ്പ്? See that it is sodium or potassium salt of a higher fatty acid. Equation നോക്കൂ. ഗ്ലിസറൈൽ എസ്റ്റർ സോഡിയം ഹൈഡ്രോക്സൈഡുമായി ട്രീറ്റ് ചെയ്ത് ഒരു സോഡിയം സോൾട്ട് ഓഫ് ദാറ്റ് ആസിഡ്. ഹിയർ ഇറ്റ് ഈസ് സോഡിയം സ്റ്റിറേറ്റ് ആൻഡ് ദാറ്റ് ഈസ് സോപ്പ്. ഇനി ബൈ പ്രോഡക്റ്റായി കിട്ടുന്നത് ഗ്ലിസറോൾ അഥവാ ഗ്ലിസറിൻ ആണ്. ഈ റിയാക്ഷൻ്റെ ഒരു പേര് പറയും. നോക്കൂ, അത് ദ പ്രോസസ് ഓഫ് heating fat, that is glyceryl ester of fatty acid with aqueous sodium hydroxide known as saponification. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സോഡിയം ഓർ പൊട്ടാസ്യം സോപ്സ് ആർ soluble in water and used for cleansing purpose. നമ്മൾ മെയിനായിട്ടും സോഡിയവും പൊട്ടാസ്യവും സോൾട്ടുകളാണ് എന്തിനായി ഉപയോഗിക്കുന്നത്? ക്ലെൻസിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കൂ. പൊട്ടാസ്യം സോപ്സ് ആർ സോഫ്റ്റ് ടു ദ സ്കിൻ ദാൻ സോഡിയം സോപ്സ്. ഇനി വ്യത്യസ്ത തരം സോപ്പുകൾ നിങ്ങൾക്കറിയാം അല്ലേ? നോക്കൂത്. ടോയ്ലറ്റ് സോപ്പ്, നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സോപ്പ്. അതുപോലെ തന്നെ ചിലതൊക്കെ വസ്ത്രങ്ങൾ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോപ്പുണ്ട്. ഇനി നോക്കൂ, ചില സോപ്പ് ഫ്ലോട്ട് ഇൻ വാട്ടർ, വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തരം സോപ്പുണ്ട്. അതുപോലെ
ചില മെഡിസിൻസ് ചേർത്ത സോപ്പുകളുണ്ട്, മെഡിക്കേറ്റഡ് സോപ്സ് എന്ന് പറയും. അതുപോലെ സോപ്പിൻ്റെ തന്നെ ചിപ്സ്, സോപ്പ് ചിപ്സ് എന്ന രൂപത്തിലും നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. എന്തുകൊണ്ടാണ് സോപ്പ് ഹാർഡ് വാട്ടറിൽ വർക്ക് ചെയ്യാത്തത്? വൈ സോപ്സ് ഡസ് നോട്ട് വർക്ക് ഇൻ ഹാർഡ് വാട്ടർ? ഹാർഡ് വാട്ടർ കണ്ടെയ്ൻസ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺസ് വിച്ച് ഫോം ഇൻസോല്യൂബിൾ സോപ്പ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം when sodium or potassium soaps are dissolved in hard water. ഇതിൻ്റെ ഇക്വേഷൻ അവിടെ ഉണ്ട്, ശ്രദ്ധിക്കുമോ? ഓക്കെ, കണ്ടല്ലോ. ഇൻസോല്യൂബിൾ കാൽഷ്യം സ്റ്റിറേറ്റ് ഉണ്ടാകുന്നു എപ്പോൾ? കാൽഷ്യം ക്ലോറൈഡിൻ്റെ സാന്നിധ്യത്തിൽ ആ സോഡിയം സ്റ്റെറേറ്റ് ഡിസോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സോപ്പ് ഇൻസോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹാർഡ് വാട്ടറിൽ സോഡിയം ഓർ പൊട്ടാസ്യം സോപ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് അസൈൻമെൻറ്റ് നോക്കാമോ? നമ്മളിന്ന് ഏറ്റവും കൂടുതലായി പറഞ്ഞത് ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചാണല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് അസൈൻമെൻറ്റായി തരുന്നത്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് എക്സാമ്പിൾസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ക്ലാസിഫൈ ദം ഇൻ ടു വേരിയസ് ഗ്രൂപ്പ്സ്. അപ്പോൾ അസൈൻമെൻറ്റൊക്കെ ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.